നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് കോണ്ടന്റ് ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ കണ്ടു അല്ലേ. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, അനുമോൾ അപ്പാനി വിഷയം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ എന്താണ് അപ്പാനി അനുമോളും തമ്മിലുള്ള വിഷയം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലേ. രണ്ട് വിഷയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അപ്പാനി അനുമോൾ വിഷയത്തിൻ്റെ കണ്ടിന്യൂഷൻ, അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. രണ്ടാമത്തത്, ഷാനവാസും അനീഷും തമ്മിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഷാനവാസും അനീഷും തമ്മിലുള്ള പ്രശ്നം, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഷാനവാസും അനീഷും തമ്മിൽ അനീഷ് തന്നെയല്ലേ ഞാൻ പറഞ്ഞു, ഷാനവാസും അനീഷും തമ്മിൽ ഏത് സമയത്തും അടിപൊട്ടും എന്നുള്ള കണ്ടീഷനിൽ അത് മധ്യസ്ഥതയ്ക്ക് അത് അങ്ങനെ ഒരു അടി അവിടെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ചു മാറ്റാൻ ഇതിൽ കയറി ഇടപെട്ടിട്ട് ഈ അടിയെ ഈ യുദ്ധത്തെ നിർവീര്യമാക്കാൻ ഒരു വ്യക്തി അവിടെ പല്ലിൽ തോണ്ടി നടക്കുന്നു. ഈ ഫോട്ടോ ഉണ്ടോ? ഒരാൾ പല്ല് തോണ്ടി അങ്ങനെ നടക്കുകയാണ്, പിന്നെ രണ്ടാൾ കൂടി തല്ലുവിടുമ്പോഴേ അനീഷും അപ്പാനി സത്യം പറഞ്ഞാട്ടല്ലോ. ഞാൻ അനുമോള വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാതിരിച്ചു. പക്ഷേ ഇതിന് വന്ന സമയത്ത് ചിരിക്കാതെ എന്ത് ചെയ്യും? ഇത്രയധികം കോലാഹലം ആ വീട്ടിലുണ്ടാക്കിയിട്ടും ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നടക്കാറ് എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച്. ഒരു വ്യക്തി ഇങ്ങനെ നടക്കണേ, ഇവർ അടിപൊളീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോവുക. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവരെ കയ്യേറ്റ് കാലറ്റ് കൊണ്ടിട്ട് ഇതിനെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പുറത്തു കൊണ്ടിരില്ല. ആ ഒരു ഓറഞ്ച് പാവാടിയും ആ ഒരു ചുവന്ന ഇത് ഇട്ടിട്ട് പല്ല് തോണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക. അതിൽ പല്ല് തോണ്ടുക, തലയും മാന്തി പല്ല് തോണ്ടിയ ഒരാൾ ഇങ്ങനെ നടക്കുക. എന്താണത്? ഇങ്ങനെ ഒരു നോക്കുകൂലി വാങ്ങുന്ന ആളുണ്ടോ? ബിഗ് ബോസിൽ നോക്കുകൂലി കാർഡ് പറഞ്ഞ സാധനം കിട്ടോ. ഇത്രയധികം നോക്കുകൂലി വാങ്ങുന്ന ആൾക്കാരെ കയ്യിലുള്ള നിർത്തണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇവരിങ്ങനെ ഒന്നും തള്ളി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് സത്യം പറഞ്ഞാൽ കോമഡി സിനിമയിലൊക്കെ ഉള്ള മാതിരി അതാണ് ഉണ്ടാവുക. കാരണം എങ്ങാനും കൈ ആരെങ്കിലും തന്നെ വീശും, ഇതിൻ്റെ മുഖത്ത് കെട്ടും, ഫിസിക്കൽ അസോൾട്ട് എന്നിട്ട് അയാൾ പുറത്തു പോകും. അവസാനം ആരായി? പറയാതെ കളിയാക്കാതെ എന്ത് ചെയ്യും? കാരണം ഇത്രയധികം സീരിയസ് കോണ്ടന്റ് അവിടെ നടക്കുന്ന സമയത്ത് എന്തിനാണ് ഒരാളവിടെ ചിലപ്പോൾ എണ്ണം തയ്ക്കാനായിരിക്കില്ലേ, പറയാൻ പറ്റില്ല. എന്തായാലും കമ്മിങ് ബാക്ക് ടു ഈ അനുമോളുടെ വിഷയം. ഈ ഒരു വിഷയം കഴിഞ്ഞ ഉടനെ അനുമോൾക്ക് മനസ്സിലായി ഈ ബിൻസി എന്നുള്ള പേര് അവിടെ എടുത്തിട്ടത് വളരെ ഒരു മോശമായിട്ടുള്ള സംഭവമായി എന്ന് മനസ്സിലായി. അതോടുകൂടി അനുമോൾ ചെന്നിട്ട് അപ്പാനിയോട് സോറി പറഞ്ഞു. സ്ട്രെയിറ്റ് അവേ അപ്പാനിയെ സോറി ആക്സെപ്റ്റ് ചെയ്തു. അതാണ് ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെൻ്റ് ആയിരുന്നു. ബിഗ് ബോസ് ഇങ്ങനെ തന്നെ ആവട്ടെ, ഇതാണ് സംഭവം, ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് ഇത് കൊണ്ടുപോയിട്ട് അങ്ങോട്ടും വേണ്ട. അടുത്ത ആൾ പൊട്ടട്ടെ. അപ്പോൾ ഇവിടെ തീരുമ്പോഴേക്കാണ് അവിടെ അനീഷും ഷാനവാസും തമ്മിൽ അടി പൊട്ടി. അതിലേക്ക് വരാം. അപ്പോൾ ചെന്നു, അനുമോൾ ഒരുപാട് സോറി പറഞ്ഞു, കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരഞ്ഞ് മീൻസ് ഭയങ്കര ഇമോഷണൽ സീനായിരുന്നു. അനുമോൾ അപ്പാനിയുടെ കാലിൽ വീഴുന്നു. അപ്പാനി അനുഗ്രഹം കൊടുത്തിട്ട് കുഴപ്പമില്ല മോളെ, നീ എൻ്റെ പെങ്ങളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ പാച്ചപ്പ് ആയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ തീർന്നു കേട്ടോ. ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞ സമയത്താണ് അപ്പുറത്ത് അക്ബറിൻ്റെ അക്ബറിൻ്റെ അല്ല, അപ്പാനിയുടെ സിങ്കിടി ആയിട്ടുള്ള മിസ്റ്റർ അക്ബർ അവിടെ കിടന്നിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാവരും കൂടി അവർക്കൊക്കെ ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ള വലിയ താത്വിക അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ അനുമോളും അപ്പാനിയും തമ്മിലുള്ള വിഷയം എന്താ എന്നുള്ള താത്വിക അവലോകനം അവൻ്റെ വക അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ അനുമോൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻ പവറാണ്. അതായത് 1 മില്യൻ്റെ മുകളിൽ ആളുണ്ട്. വേറെ ആരെയും മാതിരിയല്ല, അവൾ അത്രയും പവർഫുള്ളാണ്. അവൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവൾക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതൊക്കെ അക്ബർ പറഞ്ഞു കൊടുക്കട്ടെ. ആ പെണ്ണുങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്തോ കേട്ടിരിക്കുന്ന മാതിരി പവറുണ്ട്. ഇനി അടുത്തതാണ് ഏറ്റവും രസം. അനുമോൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. അനുമോൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അനുമോൾക്ക് ഈ ഹൗസിൽ ഒരാൾ മാത്രമേ ത്രെട്ടായിട്ടുള്ളൂ, അത് അപ്പാനി അത്രേ. ഞാൻ ചിരിക്കല്ലാതെ എന്ത് ചെയ്യോട്ടെ. ഹെഡ്സെറ്റ് അവിടെ പോയി ഭഗവാനെ, ഇത്രയും നേരം പറഞ്ഞൊക്കെ വെറുതെ ചെയ്യില്ല. അതായത് ചിരിക്കല്ലാതെ എന്ത് ചെയ്യും ഭഗവാനെ. അപ്പോൾ അനുമോൾ എന്താ വെച്ചാൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണല്ലോ. അവിടുത്തെ സെലിബ്രിറ്റിയാണല്ലോ, മെയിൻ സെലിബ്രിറ്റിയാണല്ലോ അപ്പാനി. അപ്പോൾ അപ്പാനിനോടുള്ള ദേഷ്യം അനുമോൾക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഇത്രേ? കാരണം വെച്ചാൽ അനുമോൾക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ള പവറിനെ കവച്ചു വെക്കാൻ ഒരാൾക്കും മാത്രമേ അവിടെ കഴിയുള്ളൂ, അത് അപ്പാനിയാണ്. അതറിഞ്ഞുകൊണ്ടാണ് അപ്പാനിക്കെതിരെ അനുമോൾ ഈ കളി കളിക്കുന്നത് ഉള്ളതാണ് അവിടെ അക്ബറിൻ്റെ അവലോകനം. പിന്നെ അതിനിടയ്ക്ക് അനുമോൾ വേറൊരു സംഗതിയും കൂടി പറഞ്ഞു, നിന്നോട് നമ്മൾ എന്തെങ്കിലും പറയാനുള്ളത് നിൻ്റെ മറുപടിയാണ് എനിക്ക് വേണ്ടത്, വേറെ ആരും കയറി ഇടപെടാൻ ഇഷ്ടമല്ല. അത് ഉദ്ദേശിച്ച് മറ്റേ അക്ബറിനെയാണ്, അത് അപ്പാനിൻ്റെ ശിങ്കിടീനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ശിങ്കിടികൾ ഇടയ്ക്ക് വേണ്ട എന്നുള്ളൊരു സംഗതിയും കൂടി അവിടെ
അനുമോൾ പറഞ്ഞു എന്നുള്ളത് ഈ ചങ്ങായി അപ്പാനി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം കൂടി അവിടെ അപ്പാനി ഈ സ്ത്രീകളൊക്കെ വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് ലൈവ് അപ്ഡേറ്റ്. അപ്പോൾ അവർ തമ്മിലുള്ള അടിപിടി തീർന്നു പോയിട്ടുണ്ട്. അപ്പുറത്ത് അനീഷും ഷാനവാസും സംഗതി ഇത്രയേ ഉള്ളൂ. ഷാനവാസ് എന്തോ കാര്യങ്ങൾ അവിടെ നിന്ന് പറയുമായിരുന്നു. പറയുന്ന സമയത്ത് പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞത് നേരെ അനീഷിനെ മുന്നിക്കാം. അപ്പോൾ അനീഷ് വിചാരിച്ചത് അനീഷിനോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ അല്ലാതെ പറയുന്നുണ്ട്. ഞാനത് സംഭവം കേട്ടില്ല. എന്താണെന്നുള്ള നിങ്ങളെ അഭിപ്രായം, നിങ്ങൾ എന്താണ് സംഗതി അറിയുന്നത് കമൻറ്റ് ചെയ്യുക. എന്തായാലും അവർ തമ്മിൽ ഭയങ്കര അടി നടക്കുന്നുണ്ട്. ഇനി നീ പറഞ്ഞാൽ നിൻ്റെ നാക്ക് ഞാൻ അരിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ ആ നാക്ക് അരിയെന്ന് പറയുന്നുണ്ട്. അതായത് അനീഷ് പറയാണ് നീ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നാക്ക് അവിടെ ഉണ്ടാവില്ല, എന്നിട്ട് തല ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് വീണ്ടും പറയും എന്നാൽ നീ പറ ചെയ്യാറ്. അപ്പോൾ ഇവൻ വീണ്ടും പറയും ഇനി നീ പറഞ്ഞാൽ നിൻ്റെ നാക്കവിടെ ഞാൻ അരിഞ്ഞ് കളയും. അപ്പോൾ ഷാനവാസ് പിന്നെയും ചോദിക്കും എന്നാൽ നീ അത് ചെയ്യാറ്. അപ്പോൾ ഇവൻ വീണ്ടും പറയും. ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അനീഷ് പിന്നെ എന്ന് വെച്ചാൽ റിപ്പീറ്റ് മോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈറ്റ് സ്ലീപ്പ് ടോക്ക് എന്നുള്ള സാധനം ഉണ്ടല്ലോ, റിപ്പീറ്റ് മോഡിൽ ലൂപ്പിൽ ഇങ്ങനെ അനീഷ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കൂടിയാണ് നമ്മുടെ കഥാനായിക അതിനെ പാസ് ചെയ്ത് കഥാനായിക ഇതിനിടയ്ക്ക് ഇങ്ങനെ പല്ലൊക്കെ തോണ്ടി നടന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ മറ്റേ റീൽസിലൊക്കെ കാണുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. രേണുവിൻ്റെ കേസിൽ നിന്നെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുകയാണ്. തിരഞ്ഞു കണ്ടുപിടിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം കേട്ടോ. സത്യം പറയാലോ, നിന്നെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുകയാണ്. അസൂയ തോന്നുകയാണ്. ഒരു പണിക്കും പോണ്ട, ഒന്നും ചെയ്യും വേണ്ട. അങ്ങനെ റീലുണ്ടല്ലോ, നിങ്ങൾ റീല് മനസ്സിലായാലും കമൻറ്റ് ചെയ്യുക. അതാണട്ടാ രേണുസുധി ഫ്ലവർ അല്ലടാ, ഫയറാണ്. വെറുതെ ഒരു ഭാഗത്ത് നിന്ന് കത്തുന്ന ഫയർ. എന്താ കഥ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ലൈവ് അപ്ഡേറ്റ്. ബാക്കി അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.